ഒരു നിയമം കൂടി പറഞ്ഞുതരട്ടെ. മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റി ഒതു എടുക്കാത്തൊരു ക്ലാസ്സിൽ വരില്ല. അതാണ് നിൻ്റെ ആരോഗ്യത്തിൻ്റെ മർമ്മം. നിൻ്റെ വായു ക്ലിയറാണെങ്കിൽ ആദ്യം എന്ത് തടസ്സം നീക്കണം? ഇന്ന് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റിയാണ് പരിപാടിനല്ല. ശക്തിയായ സുന്നത്താണ് എന്ത്? മൂക്കിൽ വെള്ളം ചീറ്റിച്ച് അതിനെ നസ്യം ചെയ്യുക എന്ന് പറയാം. ഇപ്പോൾ നാച്ചുറോപ്പതിയിൽ ഒരു ചികിത്സയാണ് നസ്യം ചെയ്യൽ. നസ്യം ചെയ്യുന്ന പറഞ്ഞാൽ അതെന്താണെന്നുണ്ടെങ്കിൽ വെള്ളം ഇങ്ങനെയാണ് കയറ്റിയിട്ട് അടച്ചിട്ട് പിടിച്ചിട്ട് ഇതിലാണ് ചുറ്റും, ഇവിടെ കയറ്റിയിട്ട് ഇതിലാണ് ചുറ്റും. നാച്ചുറോപ്പതിയിൽ പ്രത്യേക ഉപകരണമുണ്ട്. ഇങ്ങനെ ചീറ്റി ഒഴിവാക്കിയതിന് ശേഷം ഇങ്ങനെ വെള്ളം ഇങ്ങനെ അടച്ചിട്ട് ഇവിടെ വാൽവ് വെക്കും. എന്നിട്ട് ഇതിലങ്ങനെ ഒലിക്കും, പിന്നെ ഇവിടെ വെക്കും, ഇങ്ങനെ ഒലിക്കും. ഇപ്പം എന്തായി? മൂക്ക് ക്ലിയറായാൽ വായു സഞ്ചാരം ക്ലിയറായാൽ രോഗം ഉണ്ടാവില്ല. ആരോഗ്യത്തിൻ്റെ മർമ്മം എന്താ? നിൻ്റെ ഓരോ സെല്ലുകളിലേക്കും എന്തെത്തണം? ഓക്സിജൻ എത്തണം. നിൻ്റെ സെല്ലിലേക്ക് ഓക്സിജൻ എത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട തടസ്സം എന്താ? എവിടെ കിടക്കണത്? മൂക്ക്. ബാക്കിയൊക്കെ പിന്നല്ലേ, ബാക്കിയൊക്കെ അള്ള തുറന്നു വെച്ചിരിക്കണം. ഇത് ചടക്കും. അതായത് ഇവിടെ വേസ്റ്റ് വരും. ഈ വേസ്റ്റ് വരുമ്പോൾ മനസ്സിലാവേണ്ട പറഞ്ഞു, വേസ്റ്റ് വരുമ്പോൾ സ്വാഭാവികമായും ആ വേസ്റ്റ് അവിടെ അടിയും. ഞങ്ങളോട് കഴിഞ്ഞൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും എണ്ണ ഇട്ട് കുളിക്കണം. ചെവി രോഗങ്ങളിൽ വലിയൊരു ശതമാനം അങ്ങനെ പോകും. എന്നിട്ട് ഈ 2 വിരൽ കൊണ്ട് എന്ത് ചെയ്യണം? ഒരല്പം എണ്ണ എടുത്തിട്ട് എന്ത് ചെയ്യണം? തലയിലെ എണ്ണ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കാണിക്കുക. ഇവിടെ ആക്കുക. ഇവിടെ ഈ മൂർത്താവിൽ എണ്ണ ഇട്ടാൽ വേസ്റ്റ് ഇതിലൂടെ പോവും. ഇന്ന് മനസ്സിലായില്ല, ഈ ചെവിയിലെ വേസ്റ്റ് പോകുന്നില്ല പലർക്കും. അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. എണ്ണ സ്ഥിരമായി ഇട്ടണം. ദിവസം ഇട്ടാൽ നല്ലതാണ്. ഏറ്റവും ചുരുങ്ങിയത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എന്ത് ചെയ്യണം? എണ്ണ ഇട്ട് കുളിക്കണം. ഏതാണ് എണ്ണ ഇട്ട് കുളിക്കണം നേരം? ഒന്നിരിക്കൽ സുബഹയ്ക്ക് തൊട്ട് മുമ്പ്, അല്ലെങ്കിൽ സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ ഒരു 1/2-3 മണിക്കൂർ എണ്ണ ഇട്ട് നിൽക്കണം. നല്ല ഒരു മുണ്ടെടുത്ത് ഒരു ടർക്കി എടുത്ത് നിന്നോ. ആ സമയത്തൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യണം. ആഴ്ചയിൽ ഒരിക്കൽ നിർബന്ധമായും വേണം. മനസ്സിലാണ്ട് പറഞ്ഞത്? ഇതൊക്കെ നമ്മുടെ ആരോഗ്യത്തിൻ്റെ മർമ്മമാണ്. അതേപോലെ ആരോഗ്യത്തിൻ്റെ മർമ്മമായൊരു കാര്യമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. എന്ത്? മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റാത്ത ആളുകൾ ക്ലാസ്സിൽ വരണ്ട.